റംബുത്താൻ അവർ വലയിട്ടിട്ട് പോയതാ. നോക്കിക്കേ, മണ്ടയ്ക്കും കണ്ടോ കൊലയോട് അറുത്തിടുകയാണ്. അവരെവിടാണ് വലയിട്ടിട്ട് പോയേക്കുന്നത്? വലയൊന്നും ശരിക്കിട്ടിട്ട് പോയിട്ടില്ല അവർ. നമ്മുടെ ഫോണിൻ്റെ ക്യാമറയിൽ എത്രമാത്രം കിട്ടുമെന്നറിയില്ല. നല്ല ഫോണും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മലയണ്ണാനെ ശരിക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എത്രമാത്രം കാണാമെന്നൊന്നും അറിയത്തില്ല. കണ്ടോ, ചാടിപ്പോന്നെ കണ്ടില്ലേ? ഈ മരത്തെ കൂടെ ചാടിപ്പോകുന്നുണ്ട്. ഏറ്റവും തുഞ്ചത്താണ്. കണ്ടോ, ഓണ്ട് പോകുന്നു. കണ്ടോ, ക്യാമറയിലെത്ര മാത്രം പതിയുമെന്നറിയത്തില്ല. എങ്കിലും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ ഞാനിത് കാണിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഒറ്റ കായ അവർക്ക് കിട്ടത്തില്ല. എത്രയോ രൂപ കൊടുത്താണ് അവർ മരമൊക്കെ ആണെങ്കിൽ എടുക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, ഇത് വലയും കൂടെ കടിച്ചു മുറിക്കും. നല്ല ഈ പ്ലാസ്റ്റിക് വലയാണ് അവരിട്ടേക്കുന്നത്. വലയിൽ ഞാന്ന് കിടക്കുകയാണ്. വലയിൽ നിന്ന് പോകാൻ കഴിയുന്നില്ല. കണ്ടോ കണ്ടോ കണ്ടോ, ഇങ്ങനെയാണ് ഇത് നാശം കാണിക്കുന്നത്. അടുത്തൊരു കമ്പേ കയറി. ഇപ്പോഴേ നമ്മൾക്ക് ഇങ്ങനെ നോക്കി നിന്നാൽ പറ്റുകയില്ല. മഴ വരുന്നു, തുണി അലക്കിക്കൊണ്ട് പോകണം, മുറ്റം തൂക്കണം, അങ്ങനെ പല ജോലികളുണ്ട്. ഞാൻ എൻ്റെ ജോലിക്ക് പോവുകയാണ്. കണ്ടോ, ഇപ്പോഴേ തുണിയിലക്കാൻ പോവുകയാണ്. ഒരു ബക്കറ്റ് തുണിയുണ്ട്, അത് ഒന്ന് കുതിർത്ത് വയ്ക്കുക ആദ്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ചുറ്റുപാടുമൊക്കെ ഒന്ന് തൂത്ത് വാരണം. അപ്പോഴത്തേക്കിനും സോപ്പ് പൊടി ഇടുന്നത് കുതിർന്ന് വരും. അപ്പോഴേ സോപ്പ് പൊടി ഇടാം, വയ്ക്കാം, കുതിർത്ത് വയ്ക്കാം. ഇപ്പോഴേ സോപ്പ് പൊടി ഇടാം. ഞാൻ ഏരിയലിൻ്റെ സോപ്പ് പൊടിയാണ് ഇടുന്നത്. ഞാൻ മേടിക്കുന്ന സോപ്പ് പൊടിയാണ് ഏരിയൽ. അപ്പം കുറച്ച് മതിയാകും, ഒത്തിരി വേണ്ട, കുറച്ച് മതിയാകും. ഇനിയും ഈ ബക്കറ്റിലെ വെള്ളം ഒഴിക്കുകയാണ്. അപ്പോഴത്തേനും പതച്ച് വന്നു. വെള്ളം നന്നായിട്ട് പതച്ചിട്ടുണ്ട്. ഓരോ തുണികളും മുക്കി വയ്ക്കാം. ബക്കറ്റിലെ വെള്ളം നന്നായി പതച്ചിട്ടുണ്ട്. അപ്പം ഈ സോപ്പ് പൊടി നല്ലതാണ്, നല്ല മണവും ഉണ്ട്. സ്വല്പം മതി താനും. സോപ്പുകളൊക്കെ ഞാൻ ഇതിനകത്താണ് സൂക്ഷിക്കുന്നത്. ബ്രഷുകൾ, തുണി നനയ്ക്കാനുള്ള ബ്രഷ് എല്ലാം ഈ ബക്കറ്റിലാണ് ഞാൻ സൂക്ഷിക്കുക പതിവ്. ഇത് നമുക്ക് തുണികളൊക്കെ കുടഞ്ഞ് ശേഷം വേണം സോപ്പ് വെള്ളത്തിൽ മുക്കി വെക്കാൻ കേട്ടോ. അല്ലെങ്കിൽ ഈ തുണിയുടെ ഇടയ്ക്ക് എന്തെങ്കിലും കയറിയിരിക്കുമെന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ഒന്ന് കുടയുക, ശേഷം തുണി മുക്കി വയ്ക്കുക. ഞാൻ ഓരോ തുണികളും ഞാൻ ഒന്ന് മുക്കി വെക്കട്ടെ. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തുണികൾ അത്യാവശ്യമായിട്ടും കുടഞ്ഞിട്ട് വേണം സോപ്പ് വെള്ളത്തിൽ മുക്കി വയ്ക്കാൻ. ഇങ്ങനെ എല്ലാ തുണികളും ഞാൻ കുടഞ്ഞ് എടുത്തു. അപ്പോൾ ഇത് നമുക്ക് നനയ്ക്കേണ്ട തുണിയല്ല, ഇവിടെ കിടക്കട്ടെ.
ഇപ്പോഴേ അരമണിക്കൂറിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. അപ്പം നമുക്ക് മുറ്റം തൂക്കേണ്ടതുണ്ട്. നമുക്ക് മുറ്റം തൂക്കാൻ പോകാം. ങ്ങാണ്ട് പഴുത്തഴുകി ചക്ക കിടപ്പുണ്ട്. നല്ല മണം വരുന്നുണ്ട്. ഇവിടെയാ ഒരു പിടിയുമില്ല. ഇവിടെയാണ് ചക്ക പഴുത്ത് കിടക്കുന്നത്. ഇവിടെങ്ങാണ്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. ചക്കക്കുരു ഇവിടെ കിടപ്പുണ്ട്. എന്തൊക്കെയോ തിന്നിട്ട് പോയതിൻ്റെ. ഇവിടെയാണ് പഴുത്ത ചക്കയെ നീ കിടക്കുന്നത്. കാണുന്നില്ല. ഇത് കൊച്ചിലേ കായ്ക്കുന്ന കാപ്പിയാണ്. കണ്ടോ. ഇപ്പം മഴ ചാറാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് തുണി നനച്ചെടുക്കാം. അരമണിക്കൂറൊക്കെ ആയി. ഇനി തുണി അലക്കാൻ പോവുകയാണ്. നമ്മൾ സോപ്പ് പൊടി ഇട്ടാലും ഒന്നുകൂടെ സോപ്പിടുക എൻ്റെ ഒരു ശൈലിയാണ്. ചെളിയുള്ള വശത്തൊക്കെ സോപ്പിട്ട് തല്ലിക്കൂട്ടി നനയ്ക്കണമെന്നില്ല. ഇതുപോലൊന്ന് കുത്തി പിഴിഞ്ഞാൽ മതി. പിന്നെ വെള്ളത്തിലോട്ടങ്ങിടുക. ആദ്യം തന്നെ നന്നായി ഒന്ന് ഒലച്ചാൽ പിന്നെ കുറച്ചൊലച്ചാൽ മതി. ഇപ്പോഴേ നമ്മളിത് പിന്നെ ഒലയ്ക്കേണ്ടതാണ് തുണി. എങ്കിലും നമ്മൾ ഇവിടോട്ട് ഇടുകയാണ് തുണി. ഈ അടുത്ത തുണി നമുക്ക് അതുപോലെ തന്നെ എടുത്ത് സോപ്പിട്ട് കുത്തിപ്പിടിക്കുക. തല്ലി നനയ്ക്കുന്നില്ല.
വീട്ടിനകത്തിട്ട തുണിയാണെങ്കിൽ മാത്രം തല്ലി നനച്ചാൽ മതി. അല്ലാത്ത പുറത്തിട്ടുകൊണ്ട് പോയ തുണികളാണെങ്കിൽ ഇതുപോലൊന്ന് കുത്തിപ്പിഴിഞ്ഞെടുത്താൽ മതി. വീണ്ടും വെള്ളത്തിൽ ഒന്ന് ഒലച്ച് നന്നായി ഒന്ന് പിഴിഞ്ഞ് സോപ്പ് പതയെല്ലാം അങ്ങ് കളഞ്ഞ് വീണ്ടും ഇത് ഒലയ്ക്കും. ഇവിടോട്ട് ഞാനിട്ടു. ഇനി നമ്മുടെ വീട്ടിലിടുന്ന തള്ളി നനയ്ക്കേണ്ട തുണികളൊക്കെയാണ് ഇനിയുള്ളത്. അതും ഒന്ന് സോപ്പിടുക, നന്നായിട്ട് കുത്തിപ്പിഴിയുക. എന്നിട്ട് ഇതിന് ഒന്ന് തല്ലി നനയ്ക്കാം. അതായത് തുണികളെല്ലാം ഇങ്ങനെ നൂർത്തിട്ടിട്ട് പടുക്കോ അടിക്കണ്ട കേട്ടോ. ഇത് ഒന്ന് ചുരുക്കി ഇങ്ങനെ ചുരുക്കി അടിക്കും. പെട്ടെന്ന് വെളുക്കും. എന്ന് പറഞ്ഞാൽ ഈ ചുരുളിച്ച വരണം ഇവിടെ നനയ്ക്കുമ്പോൾ. എന്നിട്ട് നമ്മൾ ദേഹം മൊത്തം തെറിക്കാതിരിക്കാനായിട്ട് നമ്മുടെ ഈ വശം ഒന്ന് പിഴിഞ്ഞു കൊടുക്കുക. പ്രത്യേകം ചെളി വെള്ളം ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് സോപ്പിട്ടിട്ട് ബ്രഷ് എടുക്കുക. ബ്രഷ് എടുത്തിട്ട് നന്നായി ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇനി ഒന്ന് കുത്തിപ്പിടിഞ്ഞാൽ മതി, വെളുക്കും. അപ്പം ഈ തുണിയും ഇങ്ങനെ നനച്ച് കഴിഞ്ഞു. ഇതും അതേമാതിരി വെള്ളത്തിലിട്ട് നന്നായി ഒന്ന് സോപ്പ് കളഞ്ഞിട്ട് നന്നായി ഒന്ന് പിഴിയുക. അപ്പോൾ ഇതേലെ സോപ്പ് പൊടി എല്ലാം പൊട്ടിയോളും. എന്നിട്ട് വീണ്ടും 2 പ്രാവശ്യം അലയ്ക്കണം. അതുപോലെ തന്നെ ബാക്കി തുണികളും ഞാനൊന്ന് നനച്ചെടുക്കാം. ഇന്ന് തോട്ടിൽ പോയില്ല തുണി നനയ്ക്കാതെ. മഴ വരുന്നത് കണ്ടുകൊണ്ടാണ് തോട്ടിൽ പോകാഞ്ഞത്. ഇന്ന് വീട്ടിലെ നനയ്ക്കുകയാണ്. പഴയ വെള്ളം മാറിയിട്ട് ഇപ്പം ഞാൻ പുതിയ വെള്ളം കൊണ്ട് വെച്ചു. അപ്പോഴും നേരത്തെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന തുണി ഒന്നുകൂടെ ഒന്ന് ഒലച്ച് വയ്ക്കുക. ആ വെള്ളത്തിൽ വീണ്ടും ബാക്കിയുള്ള തുണികളൂടെ അലക്കാം. അപ്പം വെള്ളം ലാഭിക്കാം. വെള്ളം ഇല്ലാത്തവർക്ക് അതൊരു ലാഭമാണ്. അങ്ങനെ വീണ്ടും വെള്ളം എടുത്ത് കളയേണ്ട കാര്യമൊന്നുമില്ല. അപ്പം വീണ്ടും ഒലയ്ക്കണം. അത് എന്നാലും നല്ല വെള്ളത്തിൽ ഒന്നുകൂടെ ഒലച്ച് വീണ്ടും അതുപോലെ പിടിച്ച് വയ്ക്കുക.
പക്ഷേ ഇത് ഇത്രയും പിഴിഞ്ഞ് വെച്ചു. ഇനിയും ഒലയ്ക്കണം. ഇത് യഥാസ്ഥാനത്ത് തന്നെ കൊണ്ട് വെക്കുകയാണ്. അപ്പോഴേ ആ വെള്ളത്തിൽ ബാക്കിയുള്ള തുണികളെല്ലാം നനച്ചെടുക്കാം. കളർ ഇളകുന്ന തുണികളെല്ലാം വേറെ നനയ്ക്കാം. ഇതിപ്പം കളർ ഇളകുന്നതാണ്, ഞാൻ കൂട്ടത്തിൽ ഇട്ടുപോയി. തോട്ടിലാകുന്ന എളുപ്പമുണ്ട് നനയ്ക്കാൻ. ഇവിടെ വെള്ളം കോരിക്കൊണ്ട് വരണം. പൈപ്പ് അകലെയാണ്. അപ്പം നമ്മുടെ നനകല്ലിൻ്റെ ഇവിടോട്ട് പോയില്ല. ഞാനിവിടെ എളുപ്പം വഴിക്ക് നനയ്ക്കാൻ, വെയിലൊക്കെ ഉള്ളപ്പം നനയ്ക്കാനായിട്ടൊരു കല്ലെടുത്തിട്ടിട്ടുണ്ട്. അതേലാണ് നനയ്ക്കുന്നത്. ഇപ്പോഴേ നല്ല വെള്ളത്തിൽ നമുക്ക് ഒലച്ചെടുക്കാം. ഇവിടെ ഞാൻ കുറച്ച് ഒലച്ചെടുത്ത് വെച്ചായിരുന്നു. ഇനിയും ബാക്കിയൂടെ ഒലച്ചെടുക്കാം. ഒട്ടും സോപ്പും വെള്ളമില്ല, കണ്ടോ? ശകലം പോലും സോപ്പിൻ്റെ വെള്ളമില്ല. നല്ല ഇതായിട്ട് നമ്മുടെ തുണികളൊക്കെ ഇവിടെ കുറച്ച് വിരിച്ചു കഴിഞ്ഞു. ഇനിയും പെരയുടെ പുറത്താണ് അടുത്തത് വിരിക്കുന്നത്. ഇപ്പോഴേ ഇന്നത്തെ വീഡിയോ ഇവിടെ ഞാൻ നിർത്തുന്നു. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എങ്കിൽ പുതിയ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബാക്കിയുള്ള കൂട്ടുകാരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും ചെയ്യുക. അപ്പോഴേ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം. ഒന്നുകിൽ എൻ്റെ ഡേ ഇൻ മൈ ലൈഫോ തുണിയലക്കലോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഇനി അടുത്ത വീഡിയോ വരുന്നത്. ഇപ്പോഴേ ഇന്നേ എനിക്ക് പ്രവചിക്കാൻ പറ്റത്തില്ല ഞാൻ എന്തോ വീഡിയോ ഇടുമെന്ന്. അപ്പോഴേ ടാറ്റാ, see you again, bye, thank you.